لله رب العالمين والصلاة والسلام على أشرف رسول الله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد. صدق الله العظيم. സ്നേഹസമ്പന്നരായ ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും അവന്റെ അന്ത്യദൂതൻ നമ്മുടെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളും പിന്തുടർന്നു ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുക, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും ശാശ്വതമായ പരലോക വിജയവും നേടിയെടുക്കാൻ നിരന്തരമായ ആലോചനകളിലും ശ്രമങ്ങളിലും ഏർപ്പെടണമെന്ന് എൻ്റെ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഞാൻ എന്നെയും ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തിയാണ്. കേരളത്തിലെമ്പാടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ദിവസങ്ങളായി ഇടയ്ക്കിടെ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ മഴ അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെതായ ഗുണഫലങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ മഴക്കാലത്തെ ഒരു നടപ്പു ശീലവുമുണ്ട്, സാംക്രമിക രോഗങ്ങൾ എന്ന പേര്. അതിന് ജലത്തെ പ്രതിയാക്കിക്കൊണ്ട് നമ്മൾ ഒരു പേര് വെച്ചിട്ടുണ്ട്, ജലജന്യ രോഗങ്ങൾ എന്ന്. യഥാർത്ഥത്തിൽ ജലം ഒരു രോഗത്തെയും ജനിപ്പിക്കുന്നില്ല എന്നതാണ് അതിന്റെ വസ്തുത. മാലിന്യജന്യ രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ ആ പേരിനെ മാറ്റിപ്പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രബുദ്ധ കേരളം അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ. നാം മേഘപാളിയിൽ നിന്ന് അനുഗ്രഹീതമായ മഴ വർഷിപ്പിച്ചു തരുന്നു. അനുഗ്രഹീതമായ മഴ. ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ. അതിലൂടെ നാം സസ്യങ്ങളുടെ, പഴങ്ങളുടെ തോട്ടങ്ങളെ നാം മുളപ്പിച്ച് അവർക്ക് പാകമാക്കി കൊടുക്കുന്നുണ്ട്. വഹബ്ബൽ ഹസീദ്,
കൊയ്തെടുക്കപ്പെടാവുന്ന ധാന്യങ്ങളും അതിലൂടെ നാം ഉൽപ്പാദിപ്പിച്ചു നൽകുന്നു. മഴ വലിയ ഒരു ബറക്കത്താണ്. ജീവിതത്തെ അപ്പാടെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ ദിവ്യാനുഗ്രഹമാണ്. അവന്റെ പക്കൽ നിന്ന് പെയ്തിറങ്ങുന്ന അനുഗ്രഹമാണ് ഓരോ തുള്ളി ജലവും. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ. സകല ജീവജാലങ്ങളെയും നാം ജലത്തിൽ നിന്നാണ്, ജലത്തിനാലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി, അതിന്റെ 2/3 ഏകദേശം 71% ജലമാണ്, ജലാശയമാണ്. ബാക്കി 29% മാത്രമാണ് കര, മണ്ണുള്ളത്. ഇതേപോലെ തന്നെയാണ് ആ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയും. മനുഷ്യ ശരീരത്തിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ 71 മുതൽ 75% വരെയും വെള്ളമാണ്. ശരാശരി പ്രായപൂർത്തിയെത്തിയ ഒരു മനുഷ്യ ശരീരത്തിൽ 50% മുതൽ 65% വരെ വെള്ളമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ മഹാഭൂരിഭാഗം പ്രദേശവും വെള്ളമാണെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിലും ഭൂരിഭാഗവും വെള്ളമാണ്. അപ്പോ ആ അർത്ഥത്തിൽ മനുഷ്യന് ജലം എന്നത് അവന്റെ ജീവനോളം വലുപ്പമുള്ള ദിവ്യാനുഗ്രഹമാണ് ജലം എന്ന് പറയുന്നത്. മനുഷ്യന് അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ഛർദിയോ വയറിളക്കമോ ഉണ്ടായി നിർജ്ജലീകരണം ഉണ്ടായാൽ, അതിലൂടെ മനുഷ്യന് അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത്, മരണം വരെ സംഭവിക്കുന്നത് വയറിളക്കത്തിന്റെയും അതല്ലെങ്കിൽ ഛർദിയുടെയും കാരണമായിട്ടല്ല, ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഷിഗല്ല അത് മാരകമാവുന്നത് നിർജ്ജലീകരണം എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അത്യാഹിതം സംഭവിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോ കേരളത്തിൽ 6ഓളം മരണം ഷിഗല്ല പേരില് വരവ് വച്ചിട്ടുണ്ട്. എലിപ്പനിയുടെ പേരിൽ കഴിഞ്ഞ ദിവസം 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജൂണിലും ഇപ്പോൾ ഈ ജൂലൈയിലും കൂടി ചേർത്ത് കൂട്ടുമ്പോ 2 ലക്ഷത്തിലധികം ആളുകൾ പനിബാധിതരായി മാറിയിരിക്കുന്നു. വീടുകളിലൊക്കെ പനിബാധിതർ, ഹോസ്പിറ്റലുകളിലെ വരാന്തകളിൽ ഉൾപ്പെടെ പനി പിടിച്ച് വിറയ്ക്കുകയാണ്. വയറിളക്കവും ഛർദിയും പനി, പല പേരിൽ അറിയപ്പെടുന്ന പനികൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അല്ലാഹു തആല മനുഷ്യന് അവന്റെ ജീവാമൃതമായി നൽകിയതാണ് ജലം. മാത്രമല്ല, ഈ മഴയുള്ളത് കൊണ്ടാണ് നമ്മുടെ കിണറുകളും ജലാശയങ്ങളും അതുപോലെ നമുക്ക് കരുതി വെക്കാൻ പറ്റുന്ന ഭൂഗർഭജലവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. ഈ മഴയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്ക് യഥേഷ്ടം ഭക്ഷ്യപദാർത്ഥങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ കൃഷിഭൂമികളിൽ വെള്ളം കർഷകർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഇതൊക്കെ നമുക്ക് കിട്ടാത്ത ഒരു അവസ്ഥ സങ്കല്പിച്ചു നോക്കൂ. എത്രമാത്രം നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇതേപോലെ തന്നെ അന്തരീക്ഷം, അതേപോലെ ഭൂമിയൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത് മഴ മുഖേനയാണ്. വനങ്ങള് ഈ ഭൂമിയിൽ വെള്ളം പോലെ തന്നെ ഇവിടെ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നത്
ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നത്, സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നത് വനങ്ങളാണ്. ആ വനങ്ങൾക്ക് യഥേഷ്ടം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആവശ്യമായ തോതിൽ മഴ ലഭിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പടച്ചവനെ ഈ മഴ ഞങ്ങൾക്ക് അനുകൂലമാക്കണം, നീ മഴയെ വനപ്രദേശങ്ങളിലും താഴ്വരകളിലും അതുപോലെ മലയടിവാരങ്ങളിലേക്കും പെയ്യിപ്പിക്കണമേ എന്ന്. കാരണം ഇതേ പരിസ്ഥിതിയെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യന്റെ വീട്ടിനകത്തും പരിസരത്തും മാത്രം, അവന്റെ കൃഷിഭൂമിയിലും മാത്രം വെള്ളം കിട്ടിയാൽ പോരാ. ഇതിന്റെ സമൂലമായ നിലനിൽപ്പിന് അനിവാര്യമായ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും അതിന്റെ എത്തേണ്ടിടങ്ങളിലെല്ലാം അത് എത്തണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. വെള്ളപ്പൊക്കം ഉണ്ടായിത്തീരുന്നതിന്റെ ഉത്തരവാദി അള്ളാഹുവും റസൂലും അല്ല. കാരണം മലയിൽ മഴ പെയ്യാൻ നോക്കുമ്പോൾ മലകൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നു. വനപ്രദേശങ്ങളിൽ മഴ പെയ്യാൻ നോക്കുമ്പോൾ അവിടെ വെള്ളത്തെ പിടിച്ചു നിർത്താൻ മരങ്ങളില്ലാതായിരിക്കുന്നു. അപ്പൊ അതെല്ലാം തന്നെ വെള്ളത്തിന്, ഭൂഗർഭ ജലത്തിന് നിലനിൽക്കാൻ പറ്റുന്ന സംവിധാനങ്ങളില്ലാതെ അത് കുലംകുത്തി ഒഴുകി മനുഷ്യരുടെ ആവാസ മേഖലകളിലേക്ക് ഒഴുകി അവരെ തന്നെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിത്തീരുന്നത് ഇതുകൊണ്ടൊക്കെയാണ് സഹോദരന്മാരെ. അപ്പൊ ഇതേപോലെ തന്നെ വെള്ളം നമുക്ക് എല്ലാത്തിനും ആവശ്യമാണ്. നമുക്കും സസ്യജാലങ്ങൾക്കും ജന്തു ജീവികൾക്കും എല്ലാം, പറവകൾക്കും എല്ലാം വെള്ളം ആവശ്യമാണ്. മൃഗങ്ങൾക്ക് പുല്ല് തിന്നണമെങ്കിൽ, പുല്ല് മുളയ്ക്കണമെങ്കിൽ വെള്ളം വേണം. നമുക്ക് പാല് ലഭിക്കണമെങ്കിൽ വെള്ളം വേണം. ഇതെല്ലാം അനിവാര്യമാണ്. കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് മഴയില്ലെങ്കിൽ അത് നമ്മുടെ വൈദ്യുത ഉൽപാദനത്തെയും ബാധിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇങ്ങനെ തുടങ്ങി അള്ളാഹു ഈ ഭൂമിയിൽ, അള്ളാഹു പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ മനുഷ്യൻ അള്ളാഹു മഴയെ ബറക്കത്താക്കിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഐശ്വര്യവും അനുഗ്രഹവുമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ജീവാമൃതമാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് അനുപേക്ഷണീയമായ, മാറ്റി നിർത്താനാവാത്ത ഒരു ഘടകമായിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ ശുചിമുറിയിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണം, നമുക്ക് ശുചിയാക്കണം. വെള്ളമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ടാപ്പ് തിരിച്ചപ്പോൾ വെള്ളമില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു വെപ്രാളവും വേവലാതിയും എത്ര വലുതാണ്. ഒന്ന് ബാത്റൂമിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒന്ന് പല്ല് തേക്കണം, നമുക്ക് വെള്ളമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ദിവസമോ 2 ദിവസമോ കുളിക്കാൻ വെള്ളം കിട്ടാതെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പാചകം ചെയ്യാനും കുടിക്കാനും വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വന്ന പല ആളുകളുമുണ്ട്. നിങ്ങൾക്കറിയാം, അവിടെ ഒരൽപ്പം തൊണ്ട നനയ്ക്കാൻ അവിടെ അറഫയിലും മുസ്ദലിഫയിലും മിനയിലും എല്ലാം തന്നെ വമ്പിച്ച തിക്കിലും തിരക്കിലും പെട്ടിട്ടൊന്ന് തൊണ്ട നനയ്ക്കാൻ അല്പം ഒഴിഞ്ഞിരുന്ന കുപ്പിയിൽ അതിന്റെ അടിയിൽ കെട്ടിക്കിടക്കുന്ന അല്പം വെള്ളമെടുത്ത് തൊണ്ടയിലേക്ക് ഇട്ടിച്ച് തൊണ്ട നനച്ച എത്രയോ പേരാണുള്ളത്. വെള്ളം അമൂല്യമാണ്, അത്രമാത്രം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് സംഗതിയും യഥേഷ്ടം സുലഭമായി ലഭിക്കുമ്പോൾ അതിന് നമുക്ക് വിലയുണ്ടാവില്ല. കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിന്റെ വിലയറിയൂ എന്ന് പറയുന്നത്. ഉമ്മയും ബാപ്പയും ഉള്ളപ്പോൾ അവരുടെ വിലയറിയില്ല, അവർ നീങ്ങുമ്പോഴേ. അല്ലെങ്കിൽ ഭാര്യ ഉള്ളപ്പോൾ അവരുടെ വിലയറിയില്ല, അവർ നമ്മളെ വിട്ട് പിരിയുമ്പോഴേ അതിലേക്ക് വിലയറിയും. ഏത് അനുഗ്രഹവും നമ്മളോട് ചേർന്ന് ഇഴുകി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കതിന്റെ അനുഗ്രഹം മനസ്സിലാവില്ല. ഒന്ന് മാറ്റി നിർത്തി, ഒന്ന് അകലം പാലിച്ചു നിന്നിട്ടൊരു വീട്ടു വിചാരം നടത്തണം. ഇതില്ലെങ്കിൽ ഈമാനിന്റെ വില അറിയണമെങ്കിൽ ഈമാൻ ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കണം. അങ്ങനെ ഒരു വീട്ടു വിചാരം നടത്തി നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇതേപോലെ വെള്ളമില്ലാത്ത ഒരവസ്ഥ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മേഘവാളികളിൽ നിന്ന് അതിനെ ഇറക്കി തരുന്നവൻ നിങ്ങളാണോ അതല്ല നാമാണ്?
നിങ്ങൾ ആരെങ്കിലും കൃത്രിമമായിട്ട് മഴ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു തുള്ളി ജലം ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾക്ക് ആവശ്യമായ എന്തെല്ലാം മനുഷ്യൻ എന്തെല്ലാം സാങ്കേതിക വിദ്യകളിലൂടെയാണ് കടന്നു പോകുന്നത്, എത്രമാത്രം ടെക്നോളജികളിൽ നമ്മൾ ഉയർന്നിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഒരു തുള്ളി വെള്ളം കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? അപ്പൊ അള്ളാഹു ചോദിക്കുക, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ തനി കലർപ്പുള്ള വെള്ളമാക്കി മാറ്റുക. ഉജാജൻ കലർപ്പുള്ള എന്ന് പറഞ്ഞാൽ മലിനമായ, അശുദ്ധമായ അല്ലെങ്കിൽ ഉപ്പ് രസമുള്ള വെള്ളമാക്കി മാറ്റിയാൽ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് നീരാവിയായി ഉയരുന്ന ഈ വെള്ളം പിന്നീട് ഘനീഭവിച്ച് അതൊക്കെ മഴയായി ഇങ്ങോട്ട് വരുമ്പോൾ അതേ സ്വഭാവത്തിൽ തനി ഉപ്പ് വെള്ളമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ മഹാഭൂരിഭാഗം പ്രദേശത്തെയും വെള്ളം ഉപ്പ് വെള്ളമായി കിടക്കുമ്പോൾ അതേ ഉപ്പ് വെള്ളം തന്നെ നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ചവർപ്പും കടുപ്പവും ബുദ്ധിമുട്ടും കാരണം നിങ്ങൾക്ക് ഉപയോഗപ്പെടുമായിരുന്നില്ല, നിങ്ങൾക്കത് പ്രയാസകരമാകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുക. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ത്യനാളിൽ അല്ലാഹു തആല ആദ്യമായി വിചാരണ ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന അവ്വലമാ യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തെ എടുത്ത് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹു ചോദിക്കും, അലം നുസഹ്ഹ ലക ജിസ്മക, ഞാൻ നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യം തന്നില്ലേ? അനുറുബിക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് നല്ല ശുദ്ധജലം, തണുത്ത ശുദ്ധജലം തന്നില്ലേ? ഇതാണ് അല്ലാഹുവിന്റെ ചോദ്യം. അപ്പൊ ആരോഗ്യവും ശുദ്ധജലവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മനുഷ്യന് ശുദ്ധജലം കിട്ടുമ്പോഴാണ് അവന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് രണ്ടും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു, ശുദ്ധജലം നമുക്ക് ലഭ്യമാക്കുന്നു. പക്ഷെ അള്ളാഹു അല്ല അതിനെ അശുദ്ധമാക്കുന്നത്. അതിനെ അശുദ്ധമാക്കുന്നത്, മലിനമാക്കുന്നത് മനുഷ്യരായ നമ്മുടെ കരങ്ങളിലൂടെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഗ്രഹമാക്കി മാറ്റുന്നത് നമ്മളാണ്, പടച്ചവനാണ്. അവനെ കുറ്റം പറയുന്നത്. അങ്ങനെ ആ ശുദ്ധമായ ജലം കിട്ടാതെ വരുമ്പോഴാണ് ആരോഗ്യം അവതാളത്തിലാകുന്നത്, രോഗങ്ങൾ പിടിപെടുന്നത്, നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരുന്നത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഈ വെള്ളം വൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറൻ, ശുദ്ധമായ ജലമാണ് നിങ്ങൾക്ക് നാം വർഷിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഈ മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആരോഗ്യ ശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പനി പിടിച്ചവരും, എലിപ്പനി പിടിച്ചവരും, ഡെങ്കിപ്പനി, എന്തൊക്കെയോ പേരുകൾ, ആ പേരുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ പിടിപെടുന്നതിന്റെ കാരണം നമ്മുടെ വീട്ടിലും പരിസരത്തുമുള്ള നമ്മുടെ അശ്രദ്ധയാണ്. ഇസ്ലാമികമായ ഉപഭോഗത്തിലുള്ള ഇസ്ലാമിക മര്യാദ കാത്തു സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ഉണ്ടായിത്തീരുന്ന അപകടങ്ങളാണ്. ഒന്നാമതായി നിങ്ങൾ നോക്കി, ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് നമ്മുടെ വീടുകളിൽ പരിശോധിക്കുന്നു, അവിടെ നിർദ്ദേശങ്ങൾ തരുന്നു, എഴുതി ഒട്ടിക്കുന്നു. എന്താണ്? ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് പ്ലാസ്റ്റിക് നമ്മുടെ ഉപയോഗത്തിന്റെ വലിയൊരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയായി മാറി. ഈ പ്ലാസ്റ്റിക്കിലെ കവറാകട്ടെ, ടിന്നാകട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേങ്ങ ഉപയോഗിച്ചതിന്റെ ബാക്കി ശേഷിക്കുന്ന ചിരട്ടയാവട്ടെ, അല്ലെങ്കിൽ ചെടിയുടെ ചട്ടിയാകട്ടെ, ഇതൊക്കെ നമ്മൾ അശ്രദ്ധമായി നമ്മുടെ പരിസരത്തൊക്കെ മഴയേറ്റ് കിടപ്പുണ്ടാവും. വെള്ളം കെട്ടി നിൽക്കും, അല്പം ഉണ്ടാവുള്ളൂ. 2-3 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കൊതു അല്ലെങ്കിൽ കുറച്ച് കൊതുകുകൾ വന്നിട്ട് മുട്ടയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് വിരിഞ്ഞിറങ്ങും. ഇതെല്ലാം കൂടി 100 കണക്കിന് വരുന്ന കൊതുകുകൾ അതിങ്ങനെ വട്ടമിട്ട് പറന്നു അവസാനം നമ്മുടെ വീട്ടിൽ രോഗം പരത്തുകയാണ്. ഒരു കൊതു വിചാരിച്ചപ്പോൾ, ഒരു
കൊതുക് നമ്മളെയൊക്കെ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന, നമ്മളെ രോഗികളാക്കി മാറ്റി. കൊതുകല്ല അവിടെ പ്രതി. ആ വെള്ളം അശ്രദ്ധമായി കെട്ടി നിൽക്കുന്നതിന് കാരണമായി തീർന്നിട്ടുള്ള, അതിനെ അശ്രദ്ധമായി തള്ളിക്കളഞ്ഞ നമ്മളാണ്. വീട്ടിന്റെ ഏതോ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളം അത് മലിനമായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതാണ് അതിന്റെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജുമാ കഴിഞ്ഞു പോയിട്ട് ഒരു ഡ്രൈ ഡേ പോലെ നിങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കാം. എല്ലാ വെള്ളിയാഴ്ചയും ഒന്ന് ശ്രദ്ധിച്ചോളി. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു അളവുണ്ടാവട്ടെ. പള്ളിയിലേക്ക് വളരെ വലിയ ഒരുക്കത്തോടു കൂടി വരുന്നു. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായ ശുചിത്വം പാലിക്കുന്നവരാണ് നമ്മൾ. ഇത് നമ്മൾ നമ്മുടെ വീട്ടു പരിസരങ്ങൾ പ്രത്യേകമായി മാലിന്യമുക്തമാക്കാൻ ഡ്രൈ ഡേ എന്ന ഒരു സ്വഭാവത്തിൽ തന്നെ അതിനെ പരിപാലിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറയും, ആ പരിസരത്തൊക്കെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കാൻ. അങ്ങനെ വെള്ളമേറ്റ് നിൽക്കുന്ന ഒരു സംഗതിയും അവിടെ ഇല്ല, പറമ്പിലും വസ്തുക്കളിലും ഒന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാട്ടർ ടാങ്ക്, ആ വാട്ടർ ടാങ്കിൽ നിന്നും നമ്മുടെ കിണറിൽ നിന്നും വാട്ടർ ടാങ്കിലേക്ക് വരുന്ന വെള്ളം, അതിന്റെ ഫോഴ്സിൽ കുറച്ച് ചെളിയും മണ്ണും ഒക്കെ കൂടി വരും. ഇത് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് ഈ ടാങ്കിന്റെ അടിയിലും വശങ്ങളിലും ഒക്കെ ഇങ്ങനെ വഴുവഴുപ്പായിട്ടിരിക്കും. അവിടെ മാലിന്യം ഉണ്ടാകും, അതേപോലെ രോഗാണുക്കൾ ഉണ്ടാകും. ഇതൊക്കെ തന്നെ നമ്മുടെ കുടിവെള്ളത്തിലേക്ക് ടാപ്പ് തിരിച്ച് ഇഷ്ടം പോലെ കുടിക്കുകയാണ് നമ്മൾ. അപ്പൊ അത് നമ്മുടെ രോഗങ്ങൾക്ക് കാരണമാകും. ഒരു 2-3 മാസം കൂടുമ്പോഴെങ്കിലും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അത് ശുചിത്വം ഈമാന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാന്റെ ഭാഗമാണ്, പകുതിയാണ് ശുചീകരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് അത് ശ്രദ്ധിക്കണം, വളരെ പ്രധാനമായി. അതുപോലെ തന്നെ ഇതേപോലുള്ള രോഗങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പരമാവധി ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ലതാണ്, ആരോഗ്യപരമായ ഒരു നിർദ്ദേശമാണ്. അത് പാലിക്കുന്നത് അഥവാണ്, പ്രതിഫലാർഹമാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു. ഇതേപോലെ തന്നെ പലർക്കും രോഗം പകരുന്നതിന് വലിയ ഒരു സംഗതി ആയിത്തീരുന്നത് നമ്മുടെ കിണറും സെപ്റ്റി ടാങ്കും തമ്മിലുള്ള അകലം. ഇന്നിപ്പോ അണുകുടുംബങ്ങളിൽ എല്ലാവർക്കും വീട്, എല്ലാവർക്കും കിണർ, എല്ലാവർക്കും മതിൽ, അങ്ങനെ വരുമ്പോ എല്ലാവർക്കും പ്രത്യേക ടോയ്ലറ്റ്. മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ ഇന്ന് ഒരുപാട് ടോയ്ലറ്റുകൾ, എല്ലാത്തിനും വെവ്വേറെ സെപ്റ്റി ടാങ്കുകൾ. അതേപോലെ തന്നെ അയൽപക്കത്തെ കിണറും നമ്മുടെ സെപ്റ്റി ടാങ്കും തമ്മിൽ, നമ്മുടെ സെപ്റ്റി ടാങ്കും അയൽപക്കത്തെ കിണറും തമ്മിൽ അകലവും ആരും പാലിക്കാൻ കഴിയൂല, ആ അവസ്ഥയിലേക്ക് മാറി. അപ്പൊ സ്വാഭാവികമായും ഈ സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള ഈ മലത്തിന്റെ മൂത്രത്തിന്റെ മാലിന്യങ്ങൾ അരിച്ചിറങ്ങി കുടിവെള്ളവുമായി മിക്സായി. ഇതൊക്കെ തന്നെ നമ്മുടെ കുടിവെള്ളത്തിലേക്ക്, നമ്മുടെ ദാഹജലമായി, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും നമ്മൾ രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ഇത് ജലജന്യ രോഗമാണോ? ഇത് മാലിന്യജന്യ രോഗമല്ലേ? അപ്പൊ ആ പ്രയോഗം തന്നെ അവിടെ നമ്മുടെ പുതിയ സംസ്കാരത്തിൽ തിരുത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ശുചിമുറികൾ, ഒരു വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലെ ടോയ്ലറ്റുകൾ, ബാത്റൂമുകൾ, അതാണ് അവരുടെ വൃത്തിയുടെ മുഖമുദ്ര. നമുക്കറിയാം, ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് കയറി ചെന്നാൽ ഉടനെ തന്നെ ഏതെങ്കിലും ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും കയറി വന്നാൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് പോകും, ഫ്രഷ് ചെയ്യും, ആരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടു. സഹോദരങ്ങളെ, എന്തിനാണ്? മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ ഈ ശുചിത്വം. നമ്മുടെ വീടുകളിലെ ശുചിമുറികൾ നമ്മുടെ മുഖത്തിന്റെ കണ്ണാടിയാണ്, നമ്മുടെ വൃത്തിയുടെ പ്രതീകമാണ്. അവിടെ ഏറ്റവും
നന്നായി വൃത്തിയായി സൂക്ഷിക്കും. ഏറ്റവും മനോഹരമായി ടൈലൊക്കെ ഒട്ടിച്ച് അവിടെ ഇരുന്ന് നേരം പോക്കാവുന്ന നിലയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് വർണ്ണശബളമായ ടൈലുകളൊക്കെ ഒട്ടിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ടാവും. പക്ഷെ വൃത്തി, അവിടെ അലക്കാനുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ കുട്ടികൾ അഴിച്ചിട്ട ഡ്രസ്സുകൾ ഇതൊക്കെ തന്നെ കുറേയേറെ വലിച്ചു വാരി അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടാകും. സോപ്പ് ഒരു ഭാഗത്ത് കിടക്കും, സോപ്പിന്റെ ബോക്സ് വേറൊരു ഭാഗത്ത് കിടക്കും, അതുപോലെ ബ്രഷ് അവിടെ കിടക്കും, പേസ്റ്റ് ഇവിടെ കിടക്കും. ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആകെ അലങ്കോലമാക്കിയിട്ടിട്ടുണ്ടാകും. ആ ബാത്റൂം ടോയ്ലറ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിൽ പോലും പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവാം. എല്ലാവരും അല്ല, ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാരണമാണ്. ഈ രോഗങ്ങളൊക്കെ പടരുന്നതിന്റെ, ഈ രോഗാണുക്കളൊക്കെ പടരുന്നതിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളിൽ ഇടപെട്ട് അവിടെ ഈമാന്റെ ഭാഗമായ ത്വഹാറത്ത്, ശുചിത്വം നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് ഇസ്ലാം പടച്ചോനും ഉത്തരവാദിയല്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ കൈയൊന്ന് ഹാൻഡ് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് സ്വഭാവം നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മര്യാദയായി സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പഠിപ്പിച്ചതുപോലെ മുമ്പും പിമ്പും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ കൈ കഴുകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇന്ന് ആരോഗ്യ പ്രവർത്തകർ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പോ നമ്മൾ കുറച്ചു നേരം ഒരു 20 സെക്കൻഡെങ്കിലും ഈ സോപ്പ് പറയിലൊന്ന് കൈയൊന്ന് നല്ല എല്ലാ വശവും കഴുകത്തക്ക നിലയിൽ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ടോ അതല്ലെങ്കിൽ അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ ഒക്കെ നന്നായിട്ട് കൈകൾ വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാത്തി. നമസ്കാരത്തിന്റെ വേളകളിൽ, അതായത് വുളൂ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ 5 നേരവും ഞാൻ പല്ല് തേക്കല്, ദന്തശുദ്ധി വരുത്തൽ നിർബന്ധമാണെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ആകുമെന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നു. അപ്പൊ നിവൃത്തി ഉണ്ടെങ്കിൽ 5 നേരവും പല്ല് തേക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞ ഞാൻ അത് ചെയ്യൂല, പിന്നെ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും ചെയ്യാറുണ്ട്, പക്ഷെ ചെയ്യണം. ഞാൻ എന്നോട് കൂടി പറയാം. അപ്പൊ നമ്മൾ പരമാവധി വുളൂ ചെയ്യുമ്പോ പല്ല് നിർബന്ധമായി തേക്കാൻ ശ്രമിക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ. ഇത് ഈ ദന്തശുദ്ധി എന്ന് പറയുന്ന പല രോഗങ്ങളുടെയും പിന്നെ പ്രതിരോധം, മോണയെ ബാധിക്കുന്ന, പല്ലിനെ ബാധിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പല്ലിന്റെ ഇടയിൽ, അണപ്പല്ലുകളിലൊക്കെ തന്നെ നമുക്കറിയാം. ദന്ത ഡോക്ടർമാർ പ്രത്യേകിച്ച് പറയും പല്ല് തേക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ക്രോസ് ചെയ്ത് തേക്കണം എന്ന് പറയാറുണ്ട്. കാരണം അതിന്റെ ഇടകളിൽ ഇരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പുറത്തു പോകാൻ മിക്കവാറും പേര് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആയിരിക്കും പല്ല് തേക്കുക. അപ്പൊ ഈ അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. രാത്രിയിൽ കിടന്നുറങ്ങുന്നത് അത് വെച്ചിട്ടായിരിക്കും. 2-3 ദിവസം അത് അവിടെ ഉണ്ടാവും. പലതരത്തിലുള്ള രോഗ അണുക്കൾ ഉണ്ടാകും, നമ്മുടെ ശരീരത്തെ ബാധിക്കും, നമ്മുടെ കുടിനീരുമായി ചേരും, ഉള്ളിലേക്ക് അത് പോകും. അപ്പൊ ഇതൊക്കെ നമ്മുടെ തൊണ്ടയെ ബാധിക്കും. ഇതൊക്കെ ഈ പല്ലുമായി ബന്ധപ്പെട്ട, ഇതൊക്കെ ഗൗരവമുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 5 നേരം നിവൃത്തിയുണ്ടെങ്കിൽ 5 നേരവും ഒതുവിന്റെ ഭാഗമായിട്ട് പല്ല് തേക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുണ്ടായ കാരണം. അതേപോലെ തന്നെ നഖവും മുടിയും നീക്കുക. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഫിത്രത്തു ഖംസുൻ, 5 കാര്യങ്ങൾ പ്രകൃതി സിദ്ധമായിട്ടുള്ള മനുഷ്യന്റെ സൽസ്വഭാവങ്ങളിലും ശീലങ്ങളിലും പെട്ടതാണ്. അതിൽ ഒന്നാമത്തത് ഖിത്താൻ, ചേലാകർമ്മം ചെയ്യുക, മാർക്കം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് നന്നായിട്ട് വൃത്തിയാവാൻ പറ്റും. പലരും ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിങ്ങളൊക്കെ തന്നെ എന്താണ് മാർക്കം ചെയ്യുന്നു, അതൊക്കെ തന്നെ വളരെ മോശമായ കാര്യമായിട്ടൊക്കെ തന്നെ അത് വിളിച്ചു പോകുമ്പോഴും അത് അവിടെ എന്തെങ്കിലും ലൈംഗികാവയവത്തിൽ എന്തെങ്കിലും ഫംഗസോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അവിടെ ആരോഗ്യശാസ്ത്രം പറയുന്നത് എന്താണ്, അവിടെ അത് തൊലി കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. കാരണം എന്താണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ശുചിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ തങ്ങി നിൽക്കുക, അത് അവൻ വൃത്തിയാക്കാതെ കൂടി പോവുകയാണ്. ആ അവസ്ഥയിൽ അവന്റെ ഈ ചർമാഗ്രം അതങ്ങനെ നിൽക്കുമ്പോ അവിടെ വൃത്തിയില്ലാതെ മാലിന്യം അടിഞ്ഞിരുന്ന് അവന് രോഗപ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വൃത്തിയുടെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അവനെ എന്ത് ചെയ്യണം? ഒരു സത്യവിശ്വാസി എന്ത് ചെയ്യണം? അവന്റെ ഈ ശുചിത്വത്തിന്റെ ഭാഗമായി ചേലാകർമ്മം ചെയ്യുക. അതുപോലെ ഇസ്തിഹ്ദാദ്, ഗുഹ്യരോമങ്ങളൊക്കെ നീക്കുക, കക്ഷരോമങ്ങൾ നീക്കുക, കയ്യിലെ നഖങ്ങൾ മുറിക്കുക, മീശ വെട്ടുക, ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്തിരിക്കണം. എത്ര നിവൃത്തിയില്ലാത്തവൻ ഒരു 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്തിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ശുചിത്വത്തിന്റെ ഭാഗമാണ്. നഖം മുറിക്കാൻ കൊണ്ട് നടക്കുന്ന ആളുകൾ എന്തെല്ലാം അഴുക്കുകളും മാലിന്യങ്ങളുമാണ് ഈ നഖത്തിന്റെ അടിയിൽ അടിഞ്ഞു കൂടുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, കൈ പോലും കഴുകുന്നില്ല. അപ്പൊ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വങ്ങളിൽ പെട്ടതാണ്. ഇതെല്ലാം മനുഷ്യനെ എല്ലാ തരത്തിലുള്ള രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാനുള്ളതാണ്. 5 നേരം ഒന്നു കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. 5 നേരം ഒന്നു കൊടുക്കാൻ പറഞ്ഞതിന് അള്ളാഹു റസൂലും അറിയുന്ന വലിയ വലിയ കാരണങ്ങളുണ്ടാവും. നമുക്കറിയുന്ന, നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ആരോഗ്യശാസ്ത്രപരമായി സമീപിക്കുമ്പോൾ അവിടെ വലിയ ഗുണങ്ങൾ ഉണ്ടാവുകയാണ്. ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ ബാധിക്കാൻ സാധ്യതയുള്ള മുഖവും കൈപ്പടങ്ങളും, അതേപോലെ തന്നെ അയാളുടെ വായും മൂക്കും, ഇതൊക്കെ തന്നെ വൃത്തിയാക്കുക എന്ന് 5 നേരം വൃത്തിയാക്കുമ്പോൾ അവിടെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം നേടുകയാണ് ചെയ്യുന്നത്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പ്രത്യേകിച്ച് ഹദീസുകളിൽ കാണാൻ കഴിയും. നമ്മളൊക്കെ ഇങ്ങനെ വായിൽ വെള്ളം കൊണ്ടിട്ട് അല്പം 2 വിരലിട്ട് മൂക്കിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക അല്ല. സുന്നത്ത് എന്താണ്? വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത് പോലെ തന്നെ മൂക്കിലും വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറയുന്ന ഒരു സ്വഭാവം. അത് മണ്ടയിൽ വലിച്ചേറ്റി പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ളതല്ല, മറിച്ച് മൂക്കിലുള്ള അഴുക്കുകളെ അല്ലെങ്കിൽ രോഗാണുക്കൾ പുറത്തു പോകട്ടെ എന്നതാണ് അതിന്റെ താല്പര്യം. അപ്പൊ ഇത്തരത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായ ശുചിത്വം, നമസ്കരിക്കുന്നവന്റെ വസ്ത്രവും സ്ഥലവും, അതേപോലെ തന്നെ അവന്റെ വസ്ത്രവും ശരീരവും എല്ലാം വൃത്തിയായിരിക്കണം, ശുദ്ധിയായിരിക്കണം. അങ്ങനെ പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ശുചിത്വം നിലനിൽക്കും. അവരുടെ എല്ലാ കാര്യത്തിലും ശുചിത്വം പാലിക്കാൻ കഴിയും. അങ്ങനെ ആരോഗ്യപരമായ ജീവിതം സാധ്യമാകും. ഒന്നു കഴിഞ്ഞിട്ട് പഠിപ്പിച്ച ദുആയിൽ തന്നെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ, അല്ലാഹുവേ എന്നെ നീ പശ്ചാത്തപിച്ചവരിൽ ഉൾപ്പെടുത്തണമേ, എന്നെ നീ ശുദ്ധിയുള്ളവരിൽ, ശുചിത്വമുള്ളവരിൽ ഉൾപ്പെടുത്തണമേ. തവ്വാബീൻ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചവർ എന്ന് വെച്ചാൽ ആന്തരിക ശുചിത്വം നേടിയവർ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന്, സകലമായ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി നേടി എല്ലാവിധ ആത്മീയ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആരോഗ്യം സംരക്ഷിച്ചാണ്. രണ്ടാമത് മുതതഹ്ഹിരീൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള രോഗ കാരണങ്ങൾ ഉണ്ടാകുന്ന രോഗബീജങ്ങളിൽ നിന്നും എല്ലാം മുക്തി നേടി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മുഅ്മിനാവണം എന്നതാണ് ഇതിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ട് ശാപഗ്രസ്തമായ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണത്? അതില് ജനങ്ങൾ തണലുകൊള്ളുന്ന, ജനങ്ങൾ വിശ്രമിക്കുന്ന, അതേപോലെ ജനങ്ങൾ വഴി നടക്കുന്ന പ്രദേശങ്ങളിൽ വിസർജ്യങ്ങളോ മാലിന്യങ്ങളോ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു ദുസ്വഭാവം. ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ നമ്മളാണ്. കൂടുതൽ ചിക്കൻ സ്റ്റാളുകളൊക്കെ ഇവിടെ ഉള്ളതായാലും എനിക്കറിയില്ല കേട്ടോ, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനത് പറയേണ്ടത് ഞാൻ പറയുന്നതാണ്, നിങ്ങളാണ് അതൊക്കെ പ്രായോഗികം. അപ്പൊ ചിക്കൻ സ്റ്റാളുകളിലായാലും, ഇറച്ചിക്കടകളിലായാലും, പച്ചക്കറി കടകളിലായാലും ഈ ജൈവ വേസ്റ്റുകൾ ഇതൊക്കെ കൊണ്ടുപോയി പലരും പല സ്ഥലത്തും ഒഴിവാക്കും. വീടുകളിൽ അങ്ങനെയുണ്ട്. അപ്പൊ കൊണ്ടുപോയി ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ഒഴിവാക്കുന്ന ശീലങ്ങളാണ്. ഇത് നമ്മൾ കണ്ടുവരുന്നു. പല ആളുകളും അതിൻ്റെ ആയിട്ടുള്ള ദുർഗന്ധവും അതിൻ്റെ മാലിന്യവും അതിൻ്റെതായ ഈച്ചയും കൊതുകും അതേപോലെ എലികളെ പിടിക്കാൻ പാമ്പും ഇതൊക്കെയായി വലിയൊരു ദ്രോഹം വരുത്തി വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്നാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്നാണ് ഒരായത്തിൽ. അതേപോലെ തന്നെ നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കൈകളെ കൊണ്ടുപോയിടരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവൻ മറ്റുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുക. നമ്മുടെ കൈകൾ നിമിത്തം കൈകൾ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും വേസ്റ്റുകൾ, വിസർജ്യങ്ങൾ, അതേപോലെ മാലിന്യങ്ങൾ മറ്റുള്ളവന്റെ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയിൽ അവിടെ ഉണ്ടാകുന്ന എല്ലാവിധ മാലിന്യം മൂലമുണ്ടാകുന്ന ഈച്ചകളായാലും കൊതുകുകളായാലും അതുപോലെ എലികളായാലും എലികളെ പിടിക്കാൻ വരുന്ന പാമ്പുകളായാലും ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നതും ആളുകളെ അവർക്കൊക്കെ നാശവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മളായി മാറുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. എപ്പോഴും നമുക്ക് ശുചിത്വം പാലിക്കാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ മഴയെ അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി അമർത്തായി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ, ശുദ്ധജലം സംരക്ഷിക്കാൻ, അതിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, രോഗ കാരണമാകുന്ന ഹേതുക്കളിൽ നിന്ന്, കാരണങ്ങളിൽ നിന്ന് അകലം പാലിക്കുവാൻ, ശുചിത്വം വ്യക്തി ജീവിതത്തിലും പരിസരത്തിലും സമൂഹത്തിലും കർശനമായി കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അറിയിപ്പ് നമ്മുടെ ബക്കറ്റ് കളക്ഷനാണ്.